ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു അടിപൊളി ആക്നെ പ്രോൺ സ്കിന്നാണ്. ഒരുപാട് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊരു പരിധി വരെ മുഴുവനായിട്ടും കവർ ചെയ്തൊന്നും പറയുന്നില്ല, ഒരു പരിധി വരെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ലുക്ക് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ ന്യൂട്രിഡേമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് ഫേസിനകത്ത് അപ്ലൈ ചെയ്യാൻ പോണത്. സോ ഇതെൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഞാൻ ഫേസിനകത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രൈമറാണ് വേണ്ടത്. ഞാൻ ഡാസിലറിൻ്റെ ഒരു ജെൽ ബേസ്ഡ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫേസിനകത്ത് കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്മൂത്ത് സർഫേസ് കിട്ടാനും പിന്നെ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്. ഇത് മാക്കിൻ്റെ കൺസീലർ പാലറ്റാണ് കേട്ടോ. ഇതിൽ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസിനകത്ത് പിഗ്മെൻറ്റേഷൻസും ഡാർക്ക് സ്പോട്ട്സൊക്കെ കവർ ചെയ്യുന്നത്. ഇത് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. വേറെ ബ്രഷും കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫേസിനകത്ത് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. കളർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷനാണ്. ഞാൻ വളരെ കുറച്ച് ഫൗണ്ടേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഫേസിനകത്ത് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പാക്കിൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഫേസിനകത്ത് ഇടുകയാണെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം പാലറ്റിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഫേസിനകത്ത് ഹൈലൈറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. കൺസീൽ ചെയ്ത പോർഷൻസൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യണത്. ഇത് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പാക്കിൻ്റെ തന്നെ ഐബ്രോ പാലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യണത്. നമ്മൾ എങ്ങനെയാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം. അപ്പോൾ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതലായിട്ട് ഒന്നും പറയാത്തത്. സോ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് മാറ്റ് ഷെയ്ഡ്സും കുറച്ച് ഷിമറി ഷെയ്ഡ്സും ഉണ്ട്. അതിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ കണ്ണിൽ അപ്ലൈ ചെയ്യണത്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐ ലുക്കാണ്. ഇതിങ്ങനെ ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൻഡ് ദെൻ നമുക്ക് ഈ ഔട്ടർ കോർണറിൻ്റെ ഭാഗത്ത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് സെൻറ്റർ പോർഷൻ തൊട്ടിട്ട് ഇന്നർ കോൺ വരെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത്രയുള്ള നമ്മുടെ ഐ മേക്കപ്പ് ഭയങ്കര ഈസി ആയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു പാലറ്റാണ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ കുറച്ച് പ്രൈസ് വൈസ് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ എന്നാലും അടിപൊളിയാണ്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ താഴെ ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഐലൈനർ അപ്ലൈ ചെയ്യാം. ഇത് മെബ്ലിൻ്റെ കൊളോസൽ ലിക്വിഡ് ലൈനറാണ്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐലൈനറാണ് കേട്ടോ. പിന്നെ നല്ല ഡാർക്ക് കളറുണ്ട്.
ഇത് ഞാൻ ചെറുതായിട്ടൊരു വിങ്ക് ലൈനാണ് കൊടുക്കുന്നത്. നമുക്കൊരു ഐലാഷ് കളർ വെച്ചിട്ട് ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ എക്സ്ട്രാ ലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ലോറിയൽ പാരീസിൻ്റെ മസ്കാരയാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇത് നല്ല വോളിയം തോന്നിക്കും കേട്ടോ നമ്മുടെ ഐലാഷസിനൊക്കെ. ഇത് നല്ല എന്താ പറയുക, എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ശരിക്കും നല്ല ഡിഫറൻസ്, നമുക്ക് വേറെ എക്സ്ട്രാ ലാഷസിൻ്റെ ആവശ്യം തന്നെ വരില്ല. അത്രയും വോളിയം നമുക്ക് തോന്നിക്കും. ഇനി നമുക്ക് ചീക്സ് കോണ്ടോർ ചെയ്യാനായിട്ട് ഞാനിവിടെ കെ ബ്യൂട്ടിയുടെ കോണ്ടോർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ചീക്സ് മാത്രമാണ് ഞാൻ ഇത് വെച്ചിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഷുഗറിൻ്റെ ഫേസ് പാലറ്റാണ്. ഇതിലത്തെ കോണ്ടോർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നോസ് കോണ്ടോർ ചെയ്യണത്. പിന്നെ ഹൈലൈറ്ററും ബ്ലഷും ഒക്കെ ഞാൻ ഈ സെയിം പാലറ്റിൽ തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഈ ഒരു പാലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കോണ്ടോർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. ഇത് മൂന്നും കൂടിയിട്ട്, അതും അഫോർഡബിൾ റേഞ്ച്. ഇത് മൂന്നിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിന് എത്ര 800-ൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇതിലത്തെ ഹൈലൈറ്റർ ഒന്നും പറയാനില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. നല്ലൊരു ഗ്ലോയി ലുക്ക് നമുക്ക് കിട്ടും ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ. എനിക്ക് ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫേസിൻ്റെ ഒരുവിധം എല്ലാ പോർഷനിലും നന്നായിട്ട് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഐ മേക്കപ്പിൻ്റെ പ്രത്യേകത ഇതുപോലെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ഈ ഇന്നർ കോർണറിൻ്റെ അവിടെ നിന്ന് വാട്ടർ ലൈനിലേക്കായിട്ടാണ് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐ ലുക്കിനൊരു ഒരു പ്രത്യേക ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഐബ്രോസിൻ്റെ താഴെയും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ ലിപ്സ് കംപ്ലീറ്റ് ആയിട്ട് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റെപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടലാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നൈകയുടെ ഷെയ്ഡ് വന്നിട്ട് ചായയാണ്. ഇത് എന്താ പറയുക, മീഡിയം സ്കിന്ന്, ഡീപ്പ് സ്കിന്ന്, ഡസ്കി സ്കിന്ന്, അതുപോലെ തന്നെ ഫെയർ സ്കിന്ന്, എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേരണ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടാനായിട്ട് ഈ ഷെയ്ഡ് ഹെൽപ്പ് ചെയ്യും. ഫൈനലി ഞാൻ എൻ്റെ പൊട്ട് വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് ഈ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റ, ബൈ ബൈ.